നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. കുംഭം രാശിക്കാരും കുംഭം ലഗ്നക്കാരും അല്പം സൂക്ഷിക്കുക. ഏകദേശം ഒരു വർഷം നിങ്ങൾക്കറിയാം, 2026 ജൂൺ 2 വെളുപ്പിന് 1:48 AM ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് ഹംസയോഗത്തോടുകൂടി വ്യാഴം രാശി മാറുന്നത്. അത് പ്രതികൂലമാണ്. കുംഭൻ രാശിക്കാർക്ക് 6ാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത്. അപ്പോൾ പ്രതികൂലമാണ്. കുംഭൻ രാശിക്കാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്കാർക്കും കുംഭൻ ലഗ്നക്കാർക്കും പ്രതികൂലമാണ് വ്യാഴം ജൂൺ 2 മുതൽ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആണെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെടുക. ദയവേത് ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ വ്യാഴം പ്രതികൂലമായിട്ട് വരാൻ പോകുന്നു. അപ്പോൾ ജൂൺ 2 മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കുംഭൻ രാശിക്കാരും കുംഭലഗ്നക്കാരും ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ശനി കൂടി നിങ്ങൾക്ക് പ്രതികൂലമാണ്. ഇപ്പോൾ 7 ശനിയുടെ അവസാന കാലഘട്ടമാണ്. ഏകദേശം ഒരു വർഷത്തിലധികം ഇനിയും 7 ശനി തുടരും. അപ്പോൾ ശനിയും വ്യാഴവും പ്രതികൂലം. അതുകൂടാതെ സർപ്പം അഥവാ രാഹു നിങ്ങളുടെ ജന്മത്ത് നിൽക്കുകയാണ്. ഓക്കെ, 7ാം ഭാവത്തിൽ കേതു. ഓക്കെ, അത് കൂടാതെ ഡിസംബർ 5 സർപ്പം അഥവാ രാഹു മാറുന്നത് നിങ്ങളുടെ 12ാം ഭാവത്തിലേക്കാണ്, വ്യയസ്ഥാനത്തേക്കാണ്. അപ്പോൾ ചുരുക്കത്തിൽ ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ശനിയും വ്യാഴവും മാത്രമല്ല, സർപ്പവും കൂടി നിങ്ങൾക്ക് ഏകദേശം ഈ വ്യാഴം പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു വർഷം പ്രതികൂലമാണ്. ശനിയും സർപ്പവും കേതുവും വ്യാഴത്തോടൊപ്പം. അപ്പോൾ അതിനോടൊപ്പം ചൊവ്വയും സൂര്യനുമൊക്കെ പ്രതികൂലമായിട്ട് വരുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത്, വ്യാഴത്തിന് നിങ്ങൾ വ്യാഴാഴ്ച വ്രതമെടുത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിന്, അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് ഒരു തുളസിമാല ചാർത്താം. പിന്നെ പാൽപ്പായസം കഴിപ്പിക്കാം. പിന്നെ സഹസ്രനാമ അർച്ചന, അതുപോലെ ഉള്ള അർച്ചനകൾ നടത്താം. അതുപോലെ തന്നെ 7 ശനിയായതിനാൽ വ്രതമെടുത്ത് ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ശിവന് ജലധാര, അയ്യപ്പന് നീരാഞ്ജനം. അതുപോലെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് എള്ളുവിളക്ക് അല്ലെങ്കിൽ അർച്ചന. കൂടാതെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിൽ മിക്കവാറും സർപ്പപ്രതിഷ്ഠ കാണും. അപ്പോൾ കുംഭൻ രാശിക്കാർക്ക് അല്പം പ്രശ്നമുള്ള ഒരു സമയമാണ്. ഏകദേശം ഒരു വർഷത്തിലധികം വ്യാഴം മാറിയാൽ തന്നെയും പിന്നീടും ശനിയും കുറച്ചു കാലം കൂടി പ്രതികൂലമായിരിക്കും. സർപ്പം ഏതാണ്ട് ഇനിയുള്ള ഏകദേശം ഒരു 2 വർഷം പ്രതികൂലമാണ്. അതിനുശേഷം അനുകൂലമായിട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ കഴിവതും മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇവയൊക്കെ അനുഷ്ഠിച്ച് കുംഭരാശിക്കാർക്ക് തീർച്ചയായിട്ടും ഈ പ്രതികൂലാവസ്ഥ മറികടക്കാൻ പറ്റുക തന്നെ ചെയ്യും. അപ്പോൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജ്യോതിഷം, ജാതകമൊക്കെ നോക്കി
നമുക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജാതകത്തിലുണ്ടോ അതുമൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അതിന് ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9847291363. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.